ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കുറേ അധികം തന്നെ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ഇവയിലെല്ലാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണുക. ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒന്നാണ്. ഫസ്റ്റിൽ തന്നെ അരക്കപ്പോളം ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുത്ത് തലയൊക്കെ ഒന്ന് നുള്ളി റെഡിയാക്കി എടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ തേങ്ങയുടെയും ചമ്മന്തിയുടെയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതുപോലെ തന്നെ മുളകും എല്ലാം എടുക്കട്ടോ. ഇനിതാ തേങ്ങയും മുളകും ആവശ്യത്തിന് ഉപ്പും ചെമ്മീനും മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് ഈ ഒരു ഒറ്റ ചമ്മന്തി മാത്രം മതി, ബാക്കി ഒരു കറി ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ രണ്ടാമത്തെ ചമ്മന്തിയിലേക്ക് പോവുകയാണ്. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഒഴിച്ചത് കുറച്ച് അധികമായി പോയിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളിയും 2 തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആവശ്യത്തിന് എരിവിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മുളകും ചേർക്കുക. ഞാൻ എരിവ് തീരെ കുറഞ്ഞ മുളക് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. മക്കൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എരിവ് കുറച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുക. അങ്ങനെ ആ ഒരു ഉള്ളിയും മുളകൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തതിലേക്ക് തന്നെ ആവശ്യത്തിന് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഇതിലേക്ക് കുരുവൊന്നും ഇല്ലാത്ത വാളൻ പുളി എടുക്കുക. കുരു ഉള്ളതാണെങ്കിൽ കുരുവൊന്ന് കളഞ്ഞെടുക്കുക. അതിനുശേഷം അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതിനെല്ലാം കൂടി ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഓയിലേക്ക് ഇടുന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തത്. അങ്ങനെ മിക്സിയിലെ ജാറിലിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണ് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അടുത്ത ചമ്മന്തി റെസിപ്പിയിലേക്ക് പോവുകയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചെമ്മീൻ, 1/4 കപ്പ് തേങ്ങ, പുളിക്ക് ആവശ്യത്തിന് പച്ചമാങ്ങ, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളകും. അതിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ചമ്മന്തിയിലൊക്കെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ടോപ്പടച്ച് ഇതും ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ചമ്മന്തി എപ്പോഴും തന്നെ നമ്മൾ സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കാൻ പാടില്ല. അങ്ങനെ അതും റെഡിയായി. നെക്സ്റ്റിലേക്ക് പോവുകയാണ്. മിക്സിയുടെ ജാറെടുത്തിട്ട് 1/4 കപ്പ് തേങ്ങ, പുളിക്ക് ആവശ്യത്തിനുള്ള പച്ചമാങ്ങ, 2 പച്ചമുളക്, കുറച്ച് ഉണക്കച്ചെമ്മീൻ വറുത്തതാണ്, അതും കൂടി എടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടി നമുക്ക് കിട്ടി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 5-6 ചെറിയ ഉള്ളി ക്ലീനാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിക്കനുസരിച്ചുള്ള പച്ചമാങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ എടുത്തിട്ടുള്ള ചമ്മന്തികളിൽ പച്ചമാങ്ങ തന്നെ എടുക്കുക. പുളി എടുത്തിട്ടുള്ള ചമ്മന്തികളാണെങ്കിൽ പുളി തന്നെ എടുക്കുക. ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തന്നെ കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങ ഇത്രയും ഈ ഒരു ചമ്മന്തിയിൽ ചേർത്തിട്ടില്ല ഫസ്റ്റിൽ. ഇനി 1/4 കപ്പ് തേങ്ങയും ജസ്റ്റ് ഒരു കളറിനും എരിവിനൊക്കെ വേണ്ടിയിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൂടി കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടുത്ത ചമ്മന്തിയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുന്നത് നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ആരും ഇതുവരെ നെല്ലിക്ക വെച്ചിട്ടുള്ള ചമ്മന്തി ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ. വെറൈറ്റി ടേസ്റ്റുള്ള ഒന്ന് തന്നെയാണ്. അങ്ങനെ 2 ഏകദേശം
നല്ല വലുപ്പത്തിലുള്ള നെല്ലിക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നെല്ലിക്ക കട്ട് ചെയ്തിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ച കളറൊക്കെ ഇല്ലേ, അതൊക്കെ മാറി ഒന്ന് വാടിയ കളറായി കിട്ടുന്നത് വരെ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് എരിവിനാവശ്യമായ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതാ ഇവിടെ 3 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളകൊക്കെ ചേർക്കട്ടോ. ഇനി ഇതാ 5 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുത്തു. ഇനി ഇതാ മിക്സിയുടെ ജാറിലേക്ക് റോസ്റ്റ് ചെയ്ത് കൊടുത്ത എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. ഫസ്റ്റിലിതാ നെല്ലിക്ക ചേർത്ത് കൊടുത്തു, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. അതിനുശേഷമാണ് ബാക്കിയുള്ള മുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ചേർത്തത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർക്കുക. പിന്നെ ഇതാ കുരുവൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് പുളിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിതാ ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ഇതാ രുചികരമായ നെല്ലിക്ക ചമ്മന്തിയും കൂടി നമുക്ക് കിട്ടി. ഇനി അടുത്തതിലേക്ക് പോയാലോ. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് അധികം തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പപ്പടം ഫ്രൈ ചെയ്തെടുക്കാനാണിത്. വളരെ വ്യത്യസ്തമായ ടേസ്റ്റുള്ള പപ്പടം ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ്. 5 പപ്പടം ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഓയിലിലേക്ക് തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. 4 വറ്റൽമുളകാണ് ചേർത്തത്. എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വറ്റൽമുളകും കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുത്തതിന് ശേഷം ഒരു 10 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് റോസ്റ്റാക്കി മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു ഓയിലിലേക്ക് തന്നെ ഒരു ചെറിയ ഉരുള പുളിയും കൂടി എടുക്കാം. കുരു ഇല്ലാതെ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ മിക്സിക്കത് പ്രശ്നമാവും. അങ്ങനെ ഇതാ എല്ലാം കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങയില്ലാത്തൊരു ചമ്മന്തിയാണ് കേട്ടോ. ഉള്ളി, മുളക്, അതുപോലെ തന്നെ പുളി, പിന്നെ കറിവേപ്പില എന്നിവയാണ് എടുത്തത്. അതുപോലെ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ച 5 പപ്പടം ഇല്ലേ, അതും കൂടി ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഫസ്റ്റിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് മാത്രം ആവശ്യത്തിന് ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിതാ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി മിക്സാക്കി എടുത്താൽ ഇതാ അടിപൊളി ടേസ്റ്റിലൊരു ചമ്മന്തിയും കൂടി റെഡിയാക്കി കിട്ടി. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇതാ 1/4 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ഉരുള പുളിയും കൂടി ചേർത്തെടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. സിമ്പിളായിട്ടുള്ള ചമ്മന്തിയാണെങ്കിലും കൂട്ടത്തിൽ ടേസ്റ്റ് എനിക്ക് ഈ ഒരു ചമ്മന്തിക്കാണ് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ചമ്മന്തി തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങൾ ഏത് ചമ്മന്തിയാണോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതെനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതാ നമുക്ക് നെക്സ്റ്റ് ചമ്മന്തിയിലേക്ക് പോവാം. സിമ്പിളായിട്ട് ഇപ്പോൾ ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിതാ ഒരു തണ്ട് കറിവേപ്പിലയും പച്ചമാങ്ങയും ചേർത്തു. പച്ചമാങ്ങ ഇതിൽ തൊലി കളയാതെ വേണം ചെയ്തെടുക്കാൻ. തൊലി ചവർപ്പില്ലാത്ത മാങ്ങ വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ അരച്ചെടുക്കരുത്. അങ്ങനെ ഇതാ ഈ ഒരു ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ വ്യത്യസ്തയുള്ളതാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് ബോറായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഇതാ നമുക്ക് നെക്സ്റ്റ് ചമ്മന്തിയിലേക്ക് പോവാം. ഒരു നെല്ലിക്ക വെച്ചിട്ടുള്ള ചമ്മന്തി തന്നെയാണ് ഇതും. 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നെല്ലിക്ക തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിൽ അങ്ങനെ എടുത്ത് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ളത് നെല്ലിക്ക, തേങ്ങ, പച്ചമുളക്, കറിവേപ്പില,
പുളി, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി വേണം. അത് ഞാൻ ആ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാൻ വിട്ടുപോയി. ഇനി ഇതാ മിക്സിയുടെ ജാറിലേക്ക് നെല്ലിക്ക കട്ട് ചെയ്തത് ചേർക്കുക. എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി വേണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതും കൂടി ചേർക്കുക. ഇനി ഇതാ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ പച്ചമുളക് ഞാൻ പ്ലേറ്റിൽ 2 വെച്ചിട്ടുണ്ടായിരുന്നു. എരിവ് പേടിച്ചിട്ട് ഞാൻ 1 മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം മാത്രം എടുത്തു വച്ചിട്ടുള്ള തേങ്ങയും പുളിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ഒന്ന് ചേർക്കാനായിട്ട് മറക്കണ്ട. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്നും കൂടി അരച്ചെടുക്കുക. അങ്ങനെ ഇതാ നെല്ലിക്കയുടെ 2ാമത്തെ ചമ്മന്തിയും ഇവിടെ റെഡിയായി കിട്ടി. അങ്ങനെ ഇതാ നമ്മുടെ 10 ചമ്മന്തികളും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ടാണല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ്സാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.